ഹായ്. അപ്പോൾ നമ്മൾ ലാവൻഡർ ലാൻഡിൽ വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. വെയിലായതുകൊണ്ടൊരു ശകലം ബുദ്ധിമുട്ടാണ്. പിന്നെ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. നല്ല സൂപ്പർ കാഴ്ചയാണ്, അടിപൊളി. ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, സൂപ്പർ. അത് നമുക്ക് ലാവൻഡറിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ. കയറിയപ്പോഴേ ഞാൻ കണ്ട കാഴ്ചകൾ ഇതായിരുന്നു. നല്ല അടിപൊളിയായിട്ട് പൂക്കൾ വിടർന്ന് നിൽക്കുന്നു. അതിനെ ചുറ്റി ഫുള്ള് തേനീച്ചകൾ തേൻ കുടിച്ചുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച. അത് നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. തേനീച്ചയുടെ ഒരു ഭംഗിയും. അങ്ങനെ നമ്മൾ പല സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു. ചില സൈഡുകളിൽ പൂക്കളൊക്കെ പൂത്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ, ചില സൈഡിൽ നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത് നമുക്കൊരു മനസ്സിനൊരു സന്തോഷം തരുന്നൊരു കാഴ്ചയായിരുന്നു. ഒരു നീലപ്പാടത്തോടെ നടക്കുന്നൊരു കാഴ്ച, ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് അവർ ഫോട്ടോ എടുക്കാനായിട്ട് ഓരോരോ സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. എവിടെ നോക്കിയാലും നമുക്ക് ഈ നീല കളറുകൾ മാത്രമേ കാണാനുള്ളൂ. എല്ലാ സ്ഥലവും ഒരേപോലെ ആയിരുന്നു. വേറെ വ്യത്യാസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സൈഡിൽ പൂക്കൾ ആയി വരുന്നുണ്ടായിരുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റിയൊരു വ്യത്യാസം. ബാക്കിയെല്ലാം ഒരേപോലെ തന്നെ ഒരേ സ്റ്റൈലിൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. പിന്നെ വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് കുറച്ച് സഞ്ചാരികളുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉച്ച ആയതുകൊണ്ടായിരുന്നു തോന്നുന്നു. നല്ല വെയിലുള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ കുറവായിരുന്നു. ഉച്ച കഴിഞ്ഞ് ചിലപ്പം കൂടുതൽ ആളുകളൊക്കെ വരുന്നതായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും ഭയങ്കര ഒരു രസമുള്ളൊരു വ്യൂ ആയിരുന്നത്. ആ നീലാകാശവും ആ നീലപ്പൂക്കളും പച്ചപ്പും എല്ലാം കൊണ്ടും മനസ്സിനൊരു സന്തോഷം നൽകുന്നൊരു വ്യൂ ആയിരുന്നത്. ഞാൻ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു.
ഇത് ലാവണ്ടർ പാടത്തിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു ഫുൾ വ്യൂ ആണ് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ്. അതിൽ നിന്ന് നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാം. ചില സൈഡിൽ അതിൻ്റെ കളർ വ്യത്യാസമുണ്ട്. സെൻട്രലായിട്ട് പൂക്കൾ നന്നായിട്ട് വിടർന്ന് നിൽപ്പുണ്ട്. രണ്ട് സൈഡിലും പൂക്കളായി വരുന്നതേ ഉള്ളൂ. ഹൈറ്റ് കുറവാണ്. അതിന് പൂവിന് കളർ വ്യത്യാസവും നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് ലാവണ്ടർ പാടത്തിൻ്റെ ഒരു ഫുള്ളൊരു വ്യൂ. അപ്പോൾ നമ്മൾ ലാവണ്ടർ ലാൻഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം. $13. ഇന്നിപ്പം വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. നമുക്ക് കയ്യിലൊരു ചെറിയൊരു എന്താ പറയുക, ഒരു സീല് പോലൊരു സംഭവം തരും. കാണാമെന്ന് അറിയത്തില്ല. അത് ഇങ്ങനെ ഒരു സാധനം തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇറങ്ങിയിട്ട് കയറുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഗിഫ്റ്റ് ഷോപ്പുണ്ട്, അവിടെ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാം ഒരുപാട്. പിന്നെ നമുക്ക് പാർട്ടികളൊക്കെ ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ പ്ലേസാണ്. ഞാനവിടെ തന്നെയാണ് വന്നത്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനി ഇവിടെ വരും. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. അപ്പം നല്ല വെയിലുണ്ട്. അപ്പം ഞാൻ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഞാൻ ഇനിയിപ്പോൾ ഇവിടുന്ന് പതിയെ അങ്ങ് പോവാണ്. ശരി.